സാർ, ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ വഖഫിൻ്റെയാണ്, ഹമാസ് പറയുന്ന. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ഹമാസിൻ്റെ ചാർട്ടർ, അവകാശ രേഖ എന്നൊന്ന് 1988 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലാണ് പറയുന്നത് ഇസ്രയേൽ വഖഫ് ആണെന്ന്. വഖഫ് എന്ന് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ള ജീവകാരുണ്യ ധർമ്മ സ്ഥാപനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. ശരീഅത്ത് അങ്ങനെയാണ്. ഒരിക്കൽ വഖഫ് സ്വത്തായി കഴിഞ്ഞാൽ എന്നത്തേക്കും അത് വഖഫ് ആണ് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അങ്ങനെ അവരുടെ ചാർട്ടറിൽ അവർ ഈ നബിയുടെ ചര്യകൾ, നബിയുടെ ജീവിതമൊക്കെ പറയുന്ന ഷാഹി അൽ ബുഖാരിയുടെ ഹാദിത്ത് ഉണ്ട്. ആ ഹാദിത്തിൻ്റെ കൂടി ആധാരമാക്കിയിട്ടാണ് ഹമാസ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ചാർട്ടറിൽ, അവകാശ രേഖയിൽ ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിട്ട് പലസ്തീൻ്റെ ഒരു നിലപാടുണ്ട്. ഇസ്രയേൽ മൊത്തം ജോർദാൻ നദി മുതൽ മധ്യധരണ്യാഴി വരെ വഖഫ് ആണ്. ഇസ്രയേൽ മൊത്തം വഖഫാണ്, പ്രോപ്പർട്ടിയാണ്. ഒരിക്കൽ അവകാശപ്പെട്ടാൽ അത് അമുസ്ലിം നിയന്ത്രണത്തിലേക്ക് പോകാൻ പാടില്ല, വഖഫ് എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഹൈദരാബാദിലെ മാരിയറ്റ് ഹോട്ടൽ വഖഫാണെന്ന് അവകാശപ്പെട്ടിരുന്നു വഖഫ് ബോർഡ്. പിന്നെ ഹൈക്കോടതി അത് റദ്ദാക്കി. ഇപ്പോൾ അംബാനിയുടെ ആൻറ്റില്ല എന്ന് പറഞ്ഞ വീട് അത് വഖഫാണെന്ന് സക്കീർ നായിക്ക് പറഞ്ഞിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളും, റെയിൽവേ സ്റ്റേഷനും ഒക്കെ വഖഫാണെന്നൊക്കെ പലതും അവകാശപ്പെടാറുണ്ട്. കോൺഗ്രസ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ ഇങ്ങനെ പലതുമൊക്കെ വകവെച്ചു കൊടുത്തിരുന്നു. 103 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ മൻമോഹൻ സിംഗ് അവസാനം പോകുന്ന പോക്കിൽ വഖഫിന് കൊടുത്തിട്ട് പോയിരുന്നു. ഈ വക പരിപാടികളൊക്കെ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അമുസ്ലിം നിയന്ത്രണത്തിലാകാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് ആ വഖഫ് സ്വത്തിൽ ഇപ്പോൾ ജൂതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനധികൃത കയ്യേറ്റം ആണെന്നാണ് ഹമാസ് ചാർട്ടറിൽ പറഞ്ഞിട്ടുള്ളത് 1988. അപ്പോൾ പലസ്തീനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ആകേണ്ടതില്ല എന്ന് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷവും പറയാറുണ്ട്. പലസ്തീൻ്റെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മുസ്ലിം ആകേണ്ടതില്ല. എന്തുകൊണ്ടാണ്? അത് ഇടതുപക്ഷമാണ് എന്നാണ് ഇവർ പറയാറ്. ഇങ്ങനെ മുസ്ലിം ഇതര വിദ്യാർത്ഥികളും അവകാശപ്പെടാറുണ്ട്. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, JNUവിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ അവകാശപ്പെടും. പലസ്തീൻ ഓരോ ഇഞ്ചിലും ഇസ്രയേൽ അല്ലാഹുവിൻ്റെ കോയ്മ സ്ഥാപിക്കുമെന്ന് ഈ അവകാശ രേഖയിൽ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇസ്രയേലായിട്ട് കിടക്കുന്ന സ്ഥലവും പലസ്തീൻ തന്നെ. അതുകൊണ്ട് ഓരോ ഇഞ്ചിലും പലസ്തീൻ സ്ഥാപിക്കും എന്നീ രേഖയിൽ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ചാർട്ടർ അല്ലേ 6ാമത്തെ വകുപ്പ് വ്യവസ്ഥ ഇങ്ങനെ പറയുന്നു. ഇനി ചില വകുപ്പുകൾ ഞാൻ പറയുകയാണ്. ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനമാണ് പലസ്തീൻ പ്രസ്ഥാനം. ഇതിന് കീഴ്പ്പെടുക എന്ന് പറയുന്നത് അല്ലാഹുവിനോട് കീഴ്പ്പെടുന്നത് തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിനോട് കീഴ്പ്പെടുക എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലസ്തീൻ ഓരോ ഇഞ്ചിലും അല്ലാഹുവിൻ്റെ കൊടി പാറിക്കും. എന്നിട്ട് പറയുന്നുണ്ട് യാവാ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യവിധി നാൾ. അന്ത്യവിധി നാൾ എന്ന് പറഞ്ഞ ഒരെണ്ണം വരുമല്ലോ, അന്ന് വരെ മുസ്ലിം തലമുറകൾക്ക് ഇസ്രയേൽ വഖഫ് ആയിരിക്കും. അതായത് ഹമാസൊക്കെ ചത്തൊടുങ്ങിയാലും ഇത് വഖഫായിരിക്കുമെന്ന് ആർട്ടിക്കിൾ 11 വകുപ്പ് ചാർട്ടറിൻ്റെ പറയുന്നു.
പലസ്തീൻ ഭൂമി ഇസ്ലാമിക വഖഫ് ആണ്. ഭാവി മുസ്ലിം തലമുറകൾക്ക് വിധി ദിനം വരെ അഭിഷേകം ചെയ്തതാണ് ഈ ഭൂമി. വഖഫായി അഭിഷേകം ചെയ്തതാണ്. അതിൻ്റെ ഒരു ഭാഗവും ത്യജിച്ചുകൂടാ, ഉപേക്ഷിച്ചുകൂടാ. ഇനി 13-ാം വകുപ്പ് ഹമാസ് ചാർട്ടറിൻ്റെ, ഒരു സമാധാന ഉടമ്പടിയും നമുക്ക് പറ്റില്ല. ഈ അമേരിക്കയും ഫ്രാൻസും ഒക്കെ കഴിഞ്ഞ ദിവസം വെടിനിർത്തണം, 21 ദിവസം സമാധാന ഉടമ്പടി വേണം. ചൈന പലരെയും വിളിച്ചിട്ട് സമാധാന ഉടമ്പടിക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തില്ല. അപ്പോൾ ഹമാസിൻ്റെ അവകാശ രേഖയിൽ പറയുന്നത് ഒരു സമാധാന ഉടമ്പടിയും ഇസ്രയേലുമായിട്ട് പറ്റില്ല എന്നാണ്. അപ്പോൾ വേസ്റ്റാണ് അവരുമായിട്ട് സമാധാനം സംസാരിക്കാൻ പോകുന്നത് തന്നെ. ഒരു സമാധാന ഉടമ്പടിയും പറ്റില്ല, അത് വൃഥ ആണ്. ജൂതന്മാർ അവിശ്വാസികളാണ്. അവിശ്വാസികളുമായി ഉടമ്പടികൾ സാധ്യമല്ല. ജിഹാദ് മാത്രമാണ് പരിഹാരം. പറയപ്പെടുന്ന സമാധാന പരിഹാരങ്ങൾ, രാജ്യാന്തര സമ്മേളനങ്ങളെല്ലാം ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ്. ആ സമ്മേളനങ്ങൾ ഇസ്ലാമിക ഭൂമിയിൽ അവിശ്വാസികളെ മധ്യസ്ഥരായി കൊണ്ടുവരാനുള്ള തന്ത്രമാണ്. ജിഹാദ് അല്ലാതെ വേറെ പരിഹാരമില്ല. സമാധാനത്തിനുള്ള മുൻകൈകൾ, നിർദ്ദേശങ്ങൾ, രാജ്യാന്തര സമ്മേളനങ്ങൾ എന്നിവ എല്ലാം സമയം കൊല്ലിയാണ്, വൃഥാ വ്യായാമമാണ്. അപ്പോൾ സമാധാന ഉടമ്പടി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലുമായി അങ്ങനെയൊന്നില്ല. ആകെയുള്ള ഞങ്ങളുടെ മുമ്പിലുള്ള പരിഹാരം ജിഹാദ് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്തിനാണ് നെതന്യാഹു സമാധാനത്തിന് പോകുന്നത്? ഈ ചാർട്ടറിനെ പറ്റി നെതന്യാഹുവിനും വിവരം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ലേ ഇത്? അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടല്ലേ ശരി. ഇനി 7-ാം വകുപ്പ് ചാർട്ടർ, ജൂതന്മാരെ ഉന്മൂലനം ചെയ്താലേ അന്ത്യവിധി നാൾ ഉണ്ടാവൂ. പിന്നെ ജൂതന്മാർ പാറയ്ക്കും മരത്തിനും പിന്നിൽ പോയി ഒളിക്കും. ആ പാറകളും മരങ്ങളും നിലവിളിക്കും, മുസ്ലിങ്ങളെ എൻ്റെ പിന്നിൽ ഇതാ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, അവനെ കൊല്ലുക. അപ്പം മരങ്ങൾ പോലും പറയുന്നതാണ്, കൊന്നുകളയുകയാണ്. ഇത് ഈ പറഞ്ഞ ഭാഗം ബുഖാരിയുടെ ഹാദിത്തിൽ നിന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ ആദരിക്കപ്പെടുന്ന ഒരാളാണ് കേട്ടോ, ഈ ഷാഹി അൽ ബുഖാരി എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രവാചകനുമായി ബന്ധപ്പെട്ട പല സംഗതികളിലും ഉദ്ധരണികൾ എടുക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാദിത്തുകളിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാദിത്തിൽ പറയുന്നതാണ്, ജൂതന്മാരെ ഉന്മൂലനം ചെയ്താലേ അന്ത്യവിധി നാൾ വരൂ. അതിനുശേഷം ജൂതന്മാർ പാറകൾക്കും മരത്തിനും പിന്നിൽ ഒളിക്കും. ആ പാറകളും മരങ്ങളും നിലവിളിക്കും, മുസ്ലിങ്ങളെ എൻ്റെ പിന്നിൽ ദാ ജൂതന്മാർ ഒളിച്ചിരിക്കുന്നു, അവരെ കൊല്ലുക. ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതാണ് അവകാശരേഖ. അവകാശരേഖയിൽ വളരെ വ്യക്തമാണ്, ഇത് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു വഖഫ് സ്വത്താണ്, നമ്മുടെ സ്വത്താണ്. അത് വീണ്ടെടുക്കാനായിട്ട് ജിഹാദേ പറ്റുള്ളൂ. നമ്മൾ പോയി സമാധാനത്തിന് ഒരു സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി ചില രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല. ഫ്രാൻസും അമേരിക്കയൊക്കെ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയം എന്തിനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ഫ്രാൻസിന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. അമേരിക്കയ്ക്ക് നല്ല ധാരണയൊക്കെ കാണും. പക്ഷെ അമേരിക്കയും നമ്മൾ സമാധാനത്തിൻ്റെ കൂടെ നിന്നില്ല എന്ന് വേണ്ട പറഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നെതന്യാഹു ചെല്ലുമ്പോൾ ഇത് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ എന്ന് പറയുന്നൊരു ലൈനെ അമേരിക്ക എടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണെന്ന് വെച്ചാൽ നെതന്യാഹു ഈ ലെബനനിൽ ഇപ്പോൾ മറ്റേ ബോംബിങ് ഇല്ലേ, അതെ, വ്യോമാക്രമണവും പേജർ സ്ഫോടനവും എല്ലാം നടത്തി. പേജറല്ല ഇപ്പം നടത്തിയത് ഈ ഹസൻ നസറുള്ള ഹിസ്ബുല്ല, അതവിടെ നിന്നിട്ടാണല്ലോ ചെയ്തത്. അതെ, അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഈ ബെൻഗൂറിയൻ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ ഹൂത്തികളൊരു മിസൈൽ അയച്ചു.
അതാണ് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനെ ലക്ഷ്യമാക്കിയിട്ടാണ് മിസൈൽ അയച്ചത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയെ തകർത്തപ്പോൾ ഇനി അടുത്ത ഹൂത്തി അടുത്ത യുദ്ധവുമായിട്ട് വരികയാണ് എന്നാണ് അതിൻ്റെ സൂചന. അതെ, ഹൂത്തികൾ ഇപ്പോൾ ജൂലൈക്ക് ശേഷം ഇപ്പോൾ മിസൈലുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹൂത്തികളെയൊക്കെ ട്രെയിൻ ചെയ്തതേ ഇന്ന് നസ്രള്ളയാണ്. അപ്പോൾ ഗുരു മരിച്ചു കഴിയുമ്പോൾ ഒരു ഗുരു എന്താ അതിന് പറയുക, ആദരവ് ഗുരുവിനോടുള്ള അല്ലേ. പക്ഷേ ഈ ഹൂത്തികൾ ടെല്ലവീവിലേക്ക് റോക്കറ്റ് അയക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു ആഭ്യന്തര സുരക്ഷയെ തന്നെ പേടിപ്പിക്കുന്നതല്ലേ? ടെല്ലവീവിലേക്കൊക്കെ റോക്കറ്റ് അയക്കാൻ മാത്രമുള്ള ധൈര്യമാണ്. ഇറാൻ ഹൂത്തികളെ പരിശീലിപ്പിക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇറാൻ്റെ അനുവാദത്തോടു കൂടിയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇറാൻ സപ്ലൈ ചെയ്യുന്നതൊക്കെ ആയിരിക്കും മിക്കവാറും ആയുധങ്ങളൊക്കെ അല്ലേ. അത് അമേരിക്ക കൊണ്ടുപോയി ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇസ്രായേൽ ഒന്ന് പേടിക്കണമെന്നുകൂടെ ഒരു അർത്ഥം ഉണ്ടോ ഇപ്പോൾ? അല്ല, ഇസ്രായേൽ പേടിക്കുന്ന പ്രശ്നമില്ലല്ലോ. അവർ രാജ്യമില്ലാതിരുന്ന ആളുകളാണ്, മുമ്പ് രാജ്യം ഉണ്ടായിരുന്നവരാണ്. അവരെ പുറത്താക്കിയിട്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നവരാണ്. 1948 രാജ്യം ഉണ്ടായവർ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്ന് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ ഏറ്റവും ധനികര്, കാരണം ബാങ്കേഴ്സൊക്കെയാണ് ഇവരെ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ പൈസയൊക്കെ അവരുടെ കയ്യിലൊക്കെ, അതിനൊന്നും പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ മകള് കല്യാണം കഴിച്ചിരിക്കുന്നതും ജൂതനെയാണ്. ട്രംപിൻ്റെ മകള് വിവാഹം ചെയ്തിരിക്കുന്നതും ജൂതനെയാണ്. അമേരിക്കയിലൊക്കെ ഒരുമാതിരി പൈസയുള്ള സ്ഥലത്തുമൊക്കെ ഭരണമൊക്കെ നടത്തുന്നതൊക്കെ ജൂതന്മാർ തന്നെയാണ്. ഹെൻറി കിസിഞ്ചർ, നിക്സന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ജൂതനാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പിന്നെ ഇസ്രായേൽ വഖഫാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പാലസ്തീൻ്റെ ഈ ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതാണ് അവരുടെ സ്വത്താണ്, അവരുടെ പൈതൃക സ്വത്താണ്. അതുകൊണ്ട് നമ്മളത് യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളതാണ് അവരുടെ അവകാശരേഖ. വഖഫ് പ്രോപ്പർട്ടിയാണ് ഇസ്രായേൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.